ഭരതനാട്യം 2 മോഹിനിയാട്ടം. ഭരതനാട്യം എന്ന സിനിമയുടെ രണ്ടാം ഭാഗം മോഹിനിയാട്ടം കഴിഞ്ഞ ദിവസം കണ്ടു. ആദ്യ ഭാഗത്തിൻ്റെ സംവിധായകൻ കൃഷ്ണദാസ് മുരളി തന്നെയാണ് മോഹിനിയാട്ടവും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ രണ്ടാം ഭാഗം എത്തുമ്പോൾ അണിയറ പ്രവർത്തകരും ആർട്ടിസ്റ്റുകളും ഒക്കെ പ്രൊമോയിലും മറ്റു പ്രോഗ്രാമുകളിലും ഒക്കെ പുറത്തുവിട്ട പോലെ തന്നെ ആദ്യ ഭാഗത്തിൻ്റെ ജോണർ അല്ല ഇവിടെ പിന്തുടർന്നിരിക്കുന്നത്. പക്ഷേ സിനിമയുടെ കഥയുടെ പ്രധാന അടിത്തറ എന്ന് പറയുന്നത് ഹ്യൂമർ തന്നെയാകുന്നു. അതും അടിമുടി ഹ്യൂമർ. ഇത്തരത്തിലൊരു കഥാചിന്തയെ കോമഡി ചാലിച്ച് അവതരിപ്പിക്കുക എന്നത് അല്പം ടഫായ പരിപാടിയാണ്. എന്നിട്ടും സംവിധായകനും കൂട്ടരും ഇവിടെ മോഹിനിയാട്ടത്തിൽ പൂർണ്ണമായും വിജയിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. സൈജു കുറുപ്പ്, സന്തോഷ്, സുരാജ് വെഞ്ഞാറമൂട്, കലാരഞ്ജിനി, ജഗദീഷ്, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, വിനയ് ഫോർട്ട്, ശ്രീജ രവി, ശ്രുതി സുരേഷ്, നന്ദു പൊതുവാൾ, ജിനിൽ റക്സ്, ജിവിൻ റക്സ്, അഭിരാം രാധാകൃഷ്ണൻ തുടങ്ങി പടത്തിലെ എല്ലാ ആർട്ടിസ്റ്റുകളും മുൻഭാഗത്തിലെ പോലെ തന്നെ നല്ല കിടിലൻ പെർഫോമൻസ് തന്നു. പക്ഷേ പേഴ്സണലി ഈ പടത്തിൽ എനിക്ക് വളരെ ഹൈലൈറ്റഡ് ആയി തോന്നിയത് ബേബി ജീനിൻ്റെ ക്യാരക്ടർ ആണ്. രണ്ടാം ഭാഗത്തിൽ മാത്രം എൻ്റർ ആയിരിക്കുന്ന ജീനിൻ്റെ സുഭാഷ് എന്ന വേഷം പലതരം ഫ്രീക്വൻസിയിൽ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നു. പടത്തിൻ്റെ തുടക്കത്തിൽ പുള്ളിക്ക് ഇമ്പോർട്ടൻസ് ഒന്നും തന്നെ തോന്നുകയില്ല. പിന്നീട് ആ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം ക്രമേണ പടത്തിൽ വർദ്ധിച്ചു വരികയും മോഹിനിയാട്ടത്തിൻ്റെ ഒരു ചിലങ്കയായി തന്നെ ബേബി ജീൻ മാറുകയും ചെയ്യുന്നു. ആ ഒരു കഥാപാത്രത്തെ അത്ഭുതമെന്നോണം ബേബി ജീൻ ഭംഗിയാക്കി. അദ്ദേഹത്തിൻ്റെ പല സംഭാഷണ രംഗങ്ങളും നോട്ടങ്ങളും ചില കടന്നുവരവുകളും ധൈര്യവും ഭയവും കോമഡി രംഗങ്ങളും ഒക്കെ തന്നെ തിയേറ്ററിൽ നിരവധി കയ്യടി നേടുന്നതായി കണ്ടു. മോഹിനിയാട്ടം മൊത്തത്തിൽ ചെറിയ ബജറ്റിൽ ചെറിയ സെറ്റപ്പിൽ കുഞ്ഞു കുഞ്ഞു ലൊക്കേഷനുകളിൽ ആയി ചെയ്ത ചെറിയ സിനിമയാണ്. എന്നാലും കാഴ്ചക്കാരന് കണ്ണിന് കുളിർമ നൽകുന്ന തരത്തിലാണ് സംവിധായകനും കൂട്ടരും പടം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പടത്തിൻ്റെ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും ഒക്കെ തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ മാറ്റുകൂട്ടി. പിന്നെ സെക്കൻഡ് പാർട്ടും ആദ്യ ഭാഗവും കമ്പയർ ചെയ്താൽ ആസ്വാദന രസത്തിൻ്റെ കാര്യത്തിൽ ആദ്യ ഭാഗം തന്നെയാണ് മുൻപിൽ എന്ന് പറയാം. താരതമ്യേന ഭരതനാട്യത്തിൻ്റെ അത്രയ്ക്ക് രസം മോഹിനിയാട്ടം തന്നില്ല. പക്ഷേ മോഹിനിയാട്ടം ഒരു ഗംഭീര എൻ്റർടൈനറാണ്. കഥ ഇതുവരെ എന്ന ടാഗ് ലൈനോടെ ആദ്യ സിനിമയെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മോഹിനിയാട്ടം ആരംഭിക്കുന്നത്. ഏതാനും പഴയ രംഗങ്ങൾ കൊണ്ടും കൂടെയാണ് മോഹിനിയാട്ടം തുടങ്ങുന്നത്. ഭരതനാട്യത്തിൽ ഉണ്ടായിരുന്ന മോഹിനിയാട്ടത്തിലെ എല്ലാ കഥാപാത്രങ്ങളും അവരവരുടെ മാനറിസങ്ങളും ടച്ചും വിട്ടുപോകാതെ തന്നെ എല്ലാ ആക്ടേഴ്സും തുടർച്ചയായി തന്നെ ചെയ്തു. മൂത്ത ജ്യേഷ്ഠനായ നായകതുല്യമായ ശശിധരൻ എന്ന റോൾ സൈജു കുറുപ്പ് നന്നാക്കി. ഇരട്ടകളായി വന്ന ജിനിലും ജിവിനും ഭംഗിയായി. നന്ദു പൊതുവാളും അളിയൻ റോൾ ഓർമ്മിക്കത്തക്കതാക്കി മാറ്റി. സുരാജ് വെഞ്ഞാറമുണ്ട് ഗോവിന്ദരാജ എന്ന വേഷം ആ കഥാപാത്രത്തിൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും പ്രേക്ഷകന് കിട്ടത്തക്ക വിധത്തിൽ അദ്ദേഹം ചെയ്തു ഫലിപ്പിച്ചു. വിനയ് ഫോർട്ടിൻ്റെ പോലീസ് വേഷവും നന്നായി. ഇൻ ഷോർട്ട്, നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിച്ചിരിക്കുന്ന ത്രില്ലിംഗ് സ്വഭാവമുള്ള ഒരു ഫീൽ ഗുഡ് എൻ്റർടൈനറാകുന്നു മോഹിനിയാട്ടം. ഈ വെക്കേഷൻ കാലത്ത് കുടുംബമായി ഇരുന്ന് ആസ്വദിച്ച് കാണുവാൻ സാധിക്കുന്ന ഒരു കുഞ്ഞു സിനിമ ഭരതനാട്യം 2 മോഹിനിയാട്ടം. മോഹിനിയാട്ടം ഇതുവരെ കാണാത്തവർ ഭരതനാട്യം എന്ന സിനിമ റീവാച്ച് ചെയ്ത് മോഹിനിയാട്ടത്തിന് കയറുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു.